KPCC സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനും LDFിലെ മുതിർന്ന നേതാവായ MV ജയരാജനും ഏറ്റുമുട്ടുന്ന കണ്ണൂർ മണ്ഡലത്തിലാണ് മനോരമ ഓൺലൈൻ വോട്ട് ഓൺ വീൽസ് എത്തി നിൽക്കുന്നത്. കേരളത്തിലെ പ്രബലമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രബലരായ നേതാക്കൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് കണ്ണൂർ. KPCC അധ്യക്ഷൻ കെ സുധാകരനും CPMലെ മുതിർന്ന നേതാവായ MV ജയരാജനുമാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത്. നിലവിലെ MP ആയ സുധാകരൻ ഇത്തവണയും ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. MV ജയരാജനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ഉറപ്പിലാണ് LDF. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം LDFിനൊപ്പമാണ്. അതുകൊണ്ട് ഇത്തവണ അനായാസം ലോക്സഭാ സീറ്റും പിടിക്കാമെന്നാണ് LDF കരുതുന്നത്. വലിയ തോതിലുള്ള പ്രചാരണമാണ് മണ്ഡലത്തിൽ കെ സുധാകരൻ നടത്തുന്നത്. പരമാവധി സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയാണ് പ്രചാരണം. കണ്ണൂരിലെ കുടിയേറ്റ മലയോര മേഖലകളിലെ ശക്തമായ സ്വാധീനം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന C രഘുനാഥാണ് NDA സ്ഥാനാർത്ഥി. മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ചാണ് കണ്ണൂരിൽ NDAയുടെ പ്രചാരണം. മത്സരത്തിനില്ലെന്ന നിലപാടിലായിരുന്നു കെ സുധാകരൻ. എന്നാൽ ജയമുറപ്പിക്കാൻ സുധാകരൻ തന്നെ കളത്തിലിറങ്ങണമെന്നായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം. ഇതോടെയാണ് സുധാകരൻ വീണ്ടും മത്സരത്തിനിറങ്ങിയത്. വൻ പ്രചാരണമാണ് സുധാകരന് വേണ്ടി UDF മണ്ഡലത്തിൽ നടത്തുന്നത്. മത്സരമുണ്ട്, പക്ഷേ കനത്തിനോ അത് കുറവുണ്ടോ, കനത്ത മത്സരം എന്ന് തോന്നുന്നില്ല എനിക്ക്. ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെയില്ല, അത്ര വലിയൊരു മത്സരം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല, ആർക്കും ഫീൽ ചെയ്യുന്നില്ല. എനിക്കെന്നല്ല, ലോക്കൽ പ്രസൻസ്, ലോക്കൽ പബ്ലിക്കിന് പോലും ദേ ആർ നോട്ട് ഫീലിംഗ് ലൈക്ക് ദാറ്റ്. വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് ഞാൻ ഏറെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. പോയിൻ്റ് ഓഫ് ഓർഡർ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ മറ്റുള്ള ഫ്ലൈറ്റുകൾ വരാതിരുന്നതിൻ്റെ ഏക കാരണം അതുകൊണ്ടാണ്. അതൊക്കെ സത്യത്തിൽ നമ്മൾ സർക്കാരിൻ്റെ തെമ്മാടിത്താണ്, സർക്കാരിൻ്റെ കൊള്ളരുതായ്മയാണ്. അതിൻ്റെ പേരും പറഞ്ഞിട്ട് അവർ ഇതില്ല, പിന്നെ പോയിൻ്റ് ഓഫ് ഓർഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു കത്ത് വന്നു. ഇറ്റ് ഈസ് റിമൈനിങ് ഇൻ എ റിമോട്ട് ഏരിയ. ഞാൻ അതിൻ്റെ പുറത്ത് മന്ത്രി ഞാനും തമ്മിൽ കൂടെ ഭയങ്കര വർത്താനായി. നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ, റിമോട്ട് ഏരിയസ് പിന്നെ മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഇത് ഇരിക്കുന്നത്. മട്ടന്നൂർ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ്, അതിൻ്റെ ബോർഡറിലാണ് കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ. ആ സച്ച ഏരിയ, ഹൗ ക്യാൻ യു കോൾ എ റിമോട്ട് ഏരിയ എന്നൊക്കെ പറഞ്ഞ് നമ്മളായിട്ട് ഭയങ്കര വർത്താനായല്ലോ. പക്ഷേ അതിനൊന്നും റിപ്ലൈ കിട്ടിയില്ല, റിസൾട്ട് കിട്ടില്ല. എത്ര പ്രാവശ്യം ചാൻസ് കിട്ടിയാൽ നമ്മൾ എന്തായാലും എയർപോർട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പിടിച്ചെടുക്കും. അതിൻ്റെ പിന്നെ വികസനം നമ്മൾ സാധ്യതമാക്കും, ഉറപ്പ്, ഒരു തർക്കവും വേണ്ട. റെയിൽവേയുടെ വികസനത്തിൻ്റെ വിഷയം നമ്മുടെ മുമ്പിലുണ്ട്, ഒക്കെ ഉണ്ട്. അതിലെ കാര്യമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് അനുകൂലമായൊരു സ്റ്റാൻഡുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അതൊക്കെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അംഗപരിമിതർക്ക് ഏറ്റവും കൂടുതൽ ഈ അംഗപരിമിതരുടെ ഇത് കൊടുത്തത് ഞാനാണ് കേരളത്തിൽ. 1 കോടിയുടെ സാധനങ്ങളാണ് ഞാൻ വിതരണം ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ. അല്ല, കുട്ടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ചാനലിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വണ്ടി എന്നത് സുധാരണങ്ങളാണ്, അതൊക്കെ മറ്റേ ഇതാണ് അവർ പറയുന്നുണ്ട്. ടെല്ലിങ് ദംസെൽസ്. കെ സുധാകരനെതിരെ ഏറ്റുമുട്ടി മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ ശക്തനായ നേതാവ് തന്നെ വേണമെന്നായിരുന്നു കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം. അതനുസരിച്ചാണ് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ MV ജയരാജനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. MV ജയരാജന് വേണ്ടി പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം പ്രചാരണത്തിനിറങ്ങിയിരിക്കുകയാണ്. അല്ല, മത്സരം കടുത്തതാണല്ലോ രാഷ്ട്രീയമായി. 2019 നോക്കുമ്പോൾ UDF ജയിച്ച മണ്ഡലമല്ലേ. പക്ഷെ പിന്നീട് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് അഭിമാനകരമായി വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നിലനിർത്തുകയും അപ്പോൾ 5 പുതിയ പഞ്ചായത്ത് UDFിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള LDFിൻ്റെ മണ്ഡലങ്ങൾ നിലനിർത്തുകയും ഭൂരിപക്ഷം കൂട്ടുകയും ഒപ്പം അഴീക്കോട് മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജനഹിതം UDFിനെതിരാണ്. 1.25 ലക്ഷത്തിൻ്റെ ലീഡാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുള്ളത്. അതുകൊണ്ട് കടുത്ത പോരാട്ടമാണെങ്കിലും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വികസനമൊന്നും നടത്തിയിട്ടില്ല. MB ഫണ്ടിൻ്റെ വിനിയോഗം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. കേവലം 4.5 കോടി മാത്രമാണ്. ഒരു കൊല്ലം 5 കോടി കിട്ടും. 5 കൊല്ലത്തേക്കാണ് 4.5 കോടി. ഇപ്പോൾ 25 കോടി സാധാരണഗതിയിൽ MBക്കുണ്ടാവും. പക്ഷെ അതിൽ കോവിഡ് കാലത്ത് കുറച്ച് കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്.
എന്നാലും 4.5 കോടിയല്ലല്ലോ, അതിനേക്കാൾ കൂടുതലുണ്ട്. എന്നാൽ ശ്രീമതി ടീച്ചർ MP ആയ സമയത്ത് അനുവദിച്ച ഫണ്ട് മുഴുവൻ വിനിയോഗിച്ചു. ഇത് പൊതുവിലൊരു വികാരമാണ്. MP മണ്ഡലത്തെ ശ്രദ്ധിച്ചില്ല, മണ്ഡലത്തിൽ വന്നില്ല. മറ്റൊരു വിമർശനം പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള BJP സർക്കാരിൻ്റെ ന്യൂനപക്ഷ വേട്ടക്കും ജനാധിപത്യ വേട്ടക്കും സഹായകരമായ നിയമങ്ങൾ വന്നപ്പോഴൊക്കെ മിണ്ടാതിരുന്നു, ചിലതിന് പിന്തുണച്ചു. കണ്ണൂരിൽ ജയസാധ്യത കുറവാണെങ്കിലും ശക്തി തെളിയിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് കണ്ണൂർക്കാർക്ക് പരിചിതനായ C. രഘുനാഥിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസിലായിരുന്നപ്പോൾ പിണറായി വിജയനെതിരെ മത്സരിച്ച ആളാണ് രഘുനാഥ്. കണ്ണൂരിൽ NDA വിജയിക്കും എന്നുള്ളതാണ് ഏറെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അത്തരത്തിലുള്ളതാണ്. വളരെ ആവേശജനമായ സ്വീകരണങ്ങളാണ് കണ്ണൂർ ജില്ലയുടെ ഭാഗത്ത് സഞ്ചരിച്ചപ്പോഴേ എനിക്കുണ്ടായത്. ഇതുവരെ ഇല്ലാത്ത ഒരു അനുകൂല തരംഗം കണ്ണൂരിലുണ്ടായിട്ടുണ്ട്. കണ്ണൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വിജയിച്ചവരും എന്നാണ് പൂർണ്ണ വിശ്വാസം. ജനങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ണൂരിൻ്റെ വികസനം തന്നെ. കണ്ണൂരിൽ ഒരു വികസനം ഉണ്ടായി, 0 വികസനമുള്ള ഡെവലപ്മെൻറ്റുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഈ ഇത്ര വർഷത്തിനിടയിൽ കണ്ണൂർ പാർലമെൻറ്റിനകത്ത് MP മാർ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ 2 വിഭാഗക്കാരും, കാരണം 10 വർഷം ഇടതുപക്ഷം ഉണ്ടായിരുന്നു, അവരൊന്നും ചെയ്തില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജയിച്ച UDF സ്ഥാനാർത്ഥിയും ഒന്നും ഇവിടെ ചെയ്യുകയുണ്ടായില്ല എന്നെല്ലാവർക്കും. കണ്ണൂർ എയർപോർട്ട് പോലെയുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തപ്പെടേണ്ട ഒരു എയർപോർട്ട്, അതിൻ്റെ എന്താ പറയുക, ഇന്നും അത് ശൈശവാവസ്ഥയിലാണ്. ഇത്ര 10 വർഷം കഴിഞ്ഞിട്ടും അതിനുവേണ്ടി ഒന്ന് ശബ്ദിക്കാൻ കണ്ണൂർ പാർലമെൻറ്റിനകത്ത് ആരും തയ്യാറായിട്ടില്ല. MP ഒരു ദിവസം പോലും വ്യോമയാന മന്ത്രിയെ കണ്ട് പോയിന്റ് ഓഫ് കോൾ എന്നുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അട്ടിമറിയിലൂടെ ഞങ്ങൾ ജയിക്കും. കാരണം പലപ്പോഴും അങ്ങനെ ആളുകൾ പറയും വോട്ട് ശതമാനമൊക്കെ. നിങ്ങളറിയാം, 60,000 വോട്ടൊക്കെ മാത്രം ഉണ്ടായിരുന്ന ബംഗാളിൽ 4 ലക്ഷം വോട്ടറൊക്കെ ജയിച്ച സാഹചര്യങ്ങളുണ്ട്. വോട്ട് ചെയ്ത ജനങ്ങളല്ലേ, എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും അല്ല, BJPക്കാരുമല്ല. 30% വരുന്ന വോട്ടർമാർ അവർക്ക് രാഷ്ട്രീയമില്ലാത്തവരാണ്. ആ 30% വോട്ടുകാരന്മാരെ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കൂലേ? ഞാൻ അവരിലെ വിശ്വാസം. CPM-ന് നല്ല സ്വാധീനമുള്ള കണ്ണൂർ കയ്യിൽ നിന്ന് പോകാതിരിക്കാനാണ് UDF ഇത്തവണയും K. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയത്. K. സുധാകരനോട് ഏറ്റുമുട്ടാൻ ഏറ്റവും യോഗ്യൻ MP ജയരാജനാണെന്ന തിരിച്ചറിവിലാണ് CPM അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതോടെ കണ്ണൂരിൽ കനത്ത പോരാട്ടത്തിനാണ് വഴി തുറന്നത്. കണ്ണൂരിലേത് ശക്തമായ പോരാട്ടമാണെന്ന് ആളുകളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സുധാകരൻ വീണ്ടും ജയിക്കുമെന്ന് ചിലർ പറയുമ്പോൾ ഇത്തവണ ജയരാജൻ ഉറപ്പാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഇവിടുത്തെ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്ന്? സുധാകരൻ ജയിക്കാൻ തന്നെയായിരിക്കും ചാൻസ്. സുധാകരനെ ജയിക്കുന്നു വിചാരിക്കും. ഒന്നും പറയും, നമ്മളീ ആളല്ല. തെരഞ്ഞെടുപ്പ് യാതൊരു താല്പര്യമില്ല തന്നെ ഞാൻ. സുധാകരട്ടെ, അവർ നമ്മളെ പണ്ടേ ഉള്ള സ്വന്തം ആൾക്കാരാണ്. ഇലക്ഷനിൽ MP ജയരാജന്. കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും കാര്യമായിട്ട് എടുക്കാന്നില്ല. കോൺഗ്രസ് എല്ലാവരും BJPയിലേക്കല്ലേ പോകുന്നത്, പിന്നെ BJP കൊടുക്കുന്നില്ല നല്ലത്. ജയരാജൻ നമ്മൾ അയാൾക്ക് വോട്ട് ചെയ്യുക, അതുകൊണ്ട് അയാളെ ജയിക്കും നമ്മളെ അഭിപ്രായം. എന്തായാലും ഇവിടെ ജയരാജൻ ജയിക്കണം. പറയാൻ പാർലമെന്റിൽ ഈ കേരളത്തിന്റെ ആവശ്യങ്ങൾ സംസാരിക്കണ്ടെങ്കിൽ എന്തായാലും ഇടതുപക്ഷം തന്നെ പോകണം. സുധാകരൻ ജയിക്കണം എന്ന് നമ്മളെല്ലാം ആഗ്രഹം. സുധാകരൻ ജയിക്കണം, ജയിക്കും. സുധാകരൻ ജയിക്കണം നമ്മുടെ സുധാകരൻ ജയിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സുധാകരൻ ജയിക്കട്ടെ, സുധാകരൻ തന്നെ ജയിക്കട്ടെ. ഇനി എന്നോട് ചോദിക്കൊന്നും വേണ്ട, വേറെ ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കും. ഒന്നും പറയുന്നില്ല. ഇല്ല ചോട്ടാ, ഇതിപ്പോ എങ്ങനെയാ പറയാ? രാഷ്ട്രീയക്കാരൻ ജയിക്കാൻ പാടില്ല. ഇത് ഇവിടുന്ന് അവസാനിക്കണം. ഈ രാഷ്ട്രീയ സ്വയംഭരണം ഇവിടുന്ന് അവസാനിക്കണം. അതാണ് നമ്മളെ സുധാകരൻ മുൻപ് കഴിഞ്ഞ ദിവസം നല്ല പ്രവർത്തനമായിരുന്നു. ഒരു ഏറ്റവും ഭൂരിപക്ഷമായിട്ട് കോൺഗ്രസ് K. സുധാകരൻ ഒരു 100% സുധാകരൻ ഭൂരിപക്ഷം കൊണ്ടുപോകും. കോൺഗ്രസ് ജയിക്കണം എന്നാണ് ആഗ്രഹം. അവർ ജയിച്ചാൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് പ്രതീക്ഷയിൽ UDF വരുമെന്നാണ്. ഇവിടെ ആര് ജയിക്കും ചോദിച്ചു കഴിഞ്ഞാൽ NDAക്ക് സ്ഥാനം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാ വീടുകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത്ര നല്ല പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അത്രയും ബെനിഫിറ്റ് പോലെയാണ്. എന്താ വെച്ചാൽ മോദി സർക്കാരിൻ്റെ ബെനിഫിറ്റുകൾ ഇങ്ങോട്ട് തന്നെ പറയുന്ന ജനങ്ങളാണ്. തീർച്ചയായും എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും.
യുവാക്കളും യുവതികളും, അതായത് ടീനേജേഴ്സ്. അപ്പോൾ ടീനേജേഴ്സിൻ്റെ മനസ്സ് നമുക്ക് അറിയാം, അവരൊരിക്കലും അക്രമ രാഷ്ട്രീയത്തിന് അവരൊരിക്കലും പ്രോത്സാഹിപ്പിക്കൂല. അപ്പോൾ അവർ നല്ല ചിന്തിച്ച് വിവേകത്തോടെ വോട്ട് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. CPM-ലെ ഉന്നത നേതാക്കന്മാരുടെ നാടാണ് കണ്ണൂർ. അതുകൊണ്ട് ഏത് വിധേനയും കണ്ണൂർ തിരിച്ചു പിടിക്കണമെന്ന വാശിയിലാണ് പാർട്ടി. എന്നാൽ യാതൊരു കാരണവശാലും കണ്ണൂർ വിട്ടുകൊടുക്കാൻ പോകില്ല എന്ന ഉറപ്പിലാണ് UDF പ്രവർത്തിക്കുന്നത്.